ശ്രീ എം അഷ്റഫ്, താങ്കളുടെ രാജിയിലേക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? ഇന്നലെ നടന്ന കൊച്ചി നഗരസഭയുടെ യോഗത്തിൽ വെച്ച് മേയർ അനിൽകുമാർ കൊച്ചി നഗരസഭയുടെ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന ചെയർമാൻ ഉൾപ്പെടുന്ന ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി സംശയത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന ഉണ്ടായി. അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ കമ്മിറ്റിയിലുള്ള സകല ആളുകളെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അതിനെതിരെയാണ് എന്റെ രാജി. കാരണം അത്രയും സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള കമ്മിറ്റിയിൽ ഒരു തുടർന്നു പോകുവാൻ ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തകനിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ രാജിക്ക് കാരണം. അതിന് രാജി എന്ന പോംവഴിക്ക് അപ്പുറത്തേക്ക് അവിടെ നിന്ന് ആ കാര്യങ്ങൾ വിശദീകരിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ എതിർശബ്ദം ഉയർത്തുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് രാജി എന്ന നിലപാടിലേക്ക് പോയത് എന്തുകൊണ്ട്? അതിനുള്ള സാഹചര്യം കൗൺസിലിൽ ലഭിക്കാറില്ല എന്നുള്ള വസ്തുത. കാരണം കൗൺസിലിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം കൗൺസിലിൽ ഇല്ല. അതിനൊരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഒറ്റയടിക്ക് കൗൺസിൽ പിരിച്ചുവിട്ട് മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് മേയർ കാണിക്കുന്നത്. ഇന്നലെ ഞാൻ കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പത്രവാർത്ത കണ്ടിട്ടാണ് ഞാൻ ഇന്ന് കൗൺസിലിൽ പോയതും മീറ്റിംഗിൽ പങ്കെടുത്ത് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ചെന്നത്. യാദൃശ്ചികമായി ഇന്ന് കൗൺസിൽ നടന്നില്ല. കൗൺസിൽ പിരിച്ചുവിട്ട് മേയർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ കൗൺസിലർമാരൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ആരെങ്കിലും ഈ രാജിക്ക് പിന്നാലെ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? രാജിക്ക് പിന്നാലെ വേറെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തതാണ്. കാരണം ഒരു സംശയത്തിന്റെ നേരിൽ, അതായത് കൊച്ചി നഗരസഭയുടെ തലവനായിട്ടുള്ള കൊച്ചി മേയർ തന്നെ പറയുന്നു ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി സംശയത്തിന്റെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു സംശയം പറയുമ്പോൾ, അങ്ങനെ ഒരു പ്രചരണം നിലനിൽക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ തുടരാൻ മനസ്സനുവദിച്ചില്ല. കാരണം ആരോപണങ്ങൾ പറയുമ്പോൾ അത് ഏത് വ്യക്തിയാണ് ആരോപണത്തിന് ഉടമ അയാൾക്കെതിരെ പറയണം. അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തിയിരുന്നോ അഷ്റഫ്? പാർട്ടിക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തിയിരുന്നോ? ഞാൻ പാർട്ടിയിൽ അംഗമല്ല, പാർട്ടിന്റെ അകത്തില്ല. ഞാൻ പാർട്ടിക്ക് പിന്തുണ മാത്രം നൽകുന്നുള്ളൂ. ഇനിയും പിന്തുണ മുന്നോട്ട് പാർട്ടിയുമായി തന്നെ ബന്ധപ്പെട്ട് തന്നെ പിന്തുണ നൽകും. പക്ഷേ ഞാൻ പാർട്ടിയുടെ അകത്ത് മെമ്പർ അല്ലാത്തതുകൊണ്ട് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ശരി, മേയറുടെ നിലപാടിനെതിരെ മാത്രമാണ് നിലവിൽ താങ്കൾക്ക് അതൃപ്തി? അതെ, മേയറുടെ ഈ പ്രസ്താവന അപകീർത്തിപ്പെടുത്താണ്. ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വ്യക്തമായ കാര്യങ്ങളില്ലാതെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന നടപടിക്കെതിരെയാണ് എന്റെ പ്രതിഷേധം. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എം അഷ്റഫ്, കൗൺസിലർ, നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. നഗരാസൂത്രണ വികസന സമിതിക്കെതിരായ മേയറുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPIM കൗൺസിലർ എം അഷ്റഫ് സമിതിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. പ്രതിപക്ഷം അഴിമതി ആരോപിച്ചതിന് പിന്നാലെ നഗരാസൂത്രണ സമിതിക്കെതിരെ മേയർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. അത് കൗൺസിലറെ ചൊടിപ്പിക്കുകയായിരുന്നു. വിഷ്ണു സുരേഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൗൺസിലർ തത്സമയം നമുക്കൊപ്പം ഈ പരിപാടിയിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുകയായിരുന്നു.